ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാൻസിഗുരു മറ്റൊരു എപ്പിസോഡിന്റെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിരുന്നു ഈ സീസൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മിഡ്ഫീൽഡേഴ്സിനെ പറ്റിയാണ്. അതായത് ചീപ്പ് മിഡ്ഫീൽഡേഴ്സിനെ പറ്റിയാണ് നമുക്ക് എടുത്തു ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്ന 5-നും 6-നും ഇടയെ വിലയുള്ള നമുക്ക് ടീമിന് എടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു 3 പ്രോസ്പെക്റ്റിനെ വേണ്ടി പറഞ്ഞു പോകാം. ബാക്കി കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ചുമ്മാ ഒരു പേരിന് മിഡ്ഫീൽഡർ എടുത്ത് വെച്ചൊരു കാര്യമില്ല. അത്യാവശ്യം എന്തെങ്കിലും നമുക്ക് റിട്ടേൺ തരാൻ കഴിയുന്ന പൊട്ടൻഷ്യലുള്ള മിഡ്ഫീൽഡർ എടുത്ത് വയ്ക്കണം. അതുകൊണ്ട് തന്നെയാണ് 5-നും 6-നും ഇടയിലുള്ള മിഡ്ഫീൽഡേഴ്സ് നമ്മൾ നോക്കുന്നത്. ഈ ലിസ്റ്റിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന പ്ലെയർ മറ്റാരുമല്ല, നമുക്ക് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് പറഞ്ഞാണ് പൊസിഷൻ ചേഞ്ച് പറഞ്ഞ കളിക്കാരുടെ ലിസ്റ്റിൽ പറഞ്ഞ അന്റോണിയോ സെമന്യയാണ്. നമ്മുടെ ബോൺമൗത്തിന്റെ കളിക്കാരാണ്. കഴിഞ്ഞ സീസണിൽ ഫോർവേഡ് ആയിരുന്നെങ്കിൽ ഈ സീസണിലിട്ട് മിഡ്ഫീൽഡിൽ മാറ്റം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ താരം 8 ഗോളുകൾ സ്വന്തമാക്കി 4 അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ബോൺമൗത്ത് എന്നൊരു ടീം അറ്റാക്കിംഗ് ടീമാണ്. അവരുടെ കോച്ച് എപ്പോഴും അറ്റാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു കോച്ചാണ്. അവരുടെ മെന്റാലിറ്റി അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ they are a very good attacking side. On top of it, they finished 12th place in the last season. So, decent. Bournemouth എന്ന ടീമിനെ പറ്റി ഒരു 12th place finish in Premier League is such a respectful, അല്ലെങ്കിൽ ആ ഒരു ഫിനിഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ they are a very good team. നമുക്കൊരു മിഡ് ടീം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ടീമാണ്. ഇറ്റ്സ് ജോയ് ടു വാച്ച് ദ പ്ലേ. അത്ര മികച്ച അറ്റാക്കിങ്ങിലാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ടീമിൽ ഈ പറഞ്ഞ കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു 25 കളികളിൽ സമന്വയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൈൽഡ് ആണ്, തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഏറെക്കുറെ ഉറപ്പാണ്. മുഴുവൻ അറ്റാക്ക് കളിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ സമന്വയം വളരെ മികച്ചൊരു അസറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ ഹാളിന്റെ സ്ഥലമൊക്കെ ടീമിനായിട്ട് എടുക്കുമ്പോൾ പിന്നെ മിഡ്ഫീൽഡ് സ്പോട്ടായിട്ട് ഈ പറഞ്ഞ വലിയ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് സാധ്യമാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 5 മില്യൺ ഒരു 5.5 ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ട് നോക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ അന്റോൺ സെമന്യയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടീമിലേക്ക് എടുക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ പ്ലെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏവർക്കും പരിചിതവും കഴിഞ്ഞ സീസണിൽ എല്ലാവരും ടീമിൽ ഏറെക്കുറെ ഉണ്ടായിരുന്നതുമായിട്ടുള്ള ആൻഡ്രിയാസ് പെരേരയാണ്. ഈ സീസണിൽ താരത്തിന് വില വരുന്നത് 5.5 മില്യൺ ആണ്. ഫുൾഹാമിന്റെ പ്ലെയർ ആണ്. ഈ ആൻഡ്രിയാസ് പെരേര നമുക്കറിയാം ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ ആയിട്ടാണ് കളിക്കുന്നത്. പക്ഷേ ഈസ് എ വെരി ഗുഡ് പ്ലെയർ. പക്ഷേ ഈ സീസണിൽ എനിക്ക് കൂടുതൽ എൻകറേജിംഗ് ആയിട്ട് ഈ 5.5 ആണെങ്കിൽ കൂടിയും ആൻഡ്രിയാസ് പെരേര ടീമിലേക്ക് എടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം വില്യൻ ഫുൾഹാമിൽ നിന്ന് പോയതിനു ശേഷം അവരുടെ സെറ്റ് പീസ് ഡ്യൂട്ടികൾ ഇൻക്ലൂഡിങ് പെനാൽറ്റീസ് ആൻഡ്രിയാസ് പെരേര ആയിരിക്കും എടുക്കുന്നതെന്ന് വാർത്ത വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിനേക്കാളും ഈ സീസണിൽ മികച്ച രീതിയിലുള്ള അറ്റാക്ക് റിട്ടേൺ വരാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞ സീസണിലും താരത്തിന്റെ സ്റ്റാറ്റ്സ് മോശമല്ല. 3 ഗോളുകളും 9 അസിസ്റ്റും താരം സ്വന്തമാക്കേണ്ടത്. അത് ഈ തവണ കൂടാനാണ് ചാൻസ്. ബിക്കോസ് വില്യൻ എടുക്കുന്ന ഫ്രീ കിക്ക് കോർണറൊക്കെ ആൻഡ്രിയാസ് പെരേരയ്ക്ക് വരും, ഇൻക്ലൂഡിങ് പെനാൽറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ്രിയാസ് പെരേര മികച്ചൊരു പ്രോസ്പെക്റ്റ് ആവുന്നു. പിന്നെ നമ്മൾ പറയുമ്പോൾ ഫുൾഹാം എന്ന ടീമിനെ പറ്റി പറയുമ്പോൾ അവർ ഫൈനൽ തേർഡിൽ അവരൊരു ഫിനിഷിംഗ് പാടവും വളരെ മികച്ചാണ്. അവർ ആക്ച്വലി അടിക്കേണ്ട ഗോളുകൾ 51 ഗോളുകളായിരുന്നെങ്കിൽ പോലും അവർ അടിച്ചത് 55 ഗോളുകളാണ്. സോ ദേ ആർ ഓവർ പെർഫോമിംഗ് ഇൻ ദർ ഫൈനൽ തേർഡ് അക്കോർഡിംഗ് ടു ദ സ്റ്റാറ്റ്സ്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിൽ അറ്റാക്കിംഗ് കളിക്കുന്ന ഒരു ടീമാണ്. മാർക്കോ സിൽവയുടെ ടീമാണ്. വി ഡോണ്ട് ഹാവ് ടു സേ മച്ച് അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെ ഈ ആൻഡ്രിയാസ് പെരേര ഹോൾഡ് മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ നമ്പർ 6 നമ്പർ 8 കളിക്കുമ്പോൾ പോലും പുള്ളിയുടെ ഗോൾ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് 20% ആണ്. ഫുൾഹാം അടിക്കുന്ന ഗോളുകൾ 20% ആൻഡ്രിയാസ് പെരേരയുടെ കൈകളുണ്ട് എന്നുള്ളത് വളരെ എൻകറേജിംഗ് ആണ്. അത് ഈ തവണ കൂടാനാണ് ചാൻസ്. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് വളരെ എൻകറേജിംഗ് ആയിട്ട് തോന്നുന്നൊരു ബൈയെ 5.5-ന് ആൻഡ്രിയാസ് പെരേരയാണ്. തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രീമിയം ടീം ഉണ്ടാക്കുമ്പോൾ ചെറിയ സ്പോട്ടിലായിട്ട് ആൻഡ്രിയാസ് പെരേരയെ പരിഗണിക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് പേര് വരുന്നത് ഈ സീസണിൽ മിക്കവാറും ഒരു സെൻസേഷൻ ആവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ സാധ്യതകളും എല്ലാ സൂചനകളും തരുന്ന മറ്റൊരു പ്ലെയർ മോർഗൻ റോജേഴ്സ് ഫ്രം ആസ്റ്റൺ വില്ലയാണ്. കഴിഞ്ഞ സീസണിൽ ഗെയിം വീക്ക് 29 മുതൽ താരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുവരെ ബെഞ്ചിലായിരുന്നു. അതിനുശേഷം പുള്ളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. 5 മില്യൺ മാത്രമാണ് താരത്തിന് വില. 29 ശേഷം 38 ഗെയിമുകളിൽ പുള്ളി 3 ഗോൾ ഒരു അസിസ്റ്റ് നേടി എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഒരു ഫോം പുള്ളി പ്രീ സീസണിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2 കളികളാണ് ആസ്റ്റൺ വില്ലയുടെ പ്രീ സീസൺ പുള്ളി കളിച്ചത്. അതിന് 3 ഗോൾ ഒരു അസിസ്റ്റും ഇതുവരെ സ്വന്തമാക്കേണ്ടത്. സോ റോജേഴ്സ് ഈസ് ഓൺ ഫയർ എന്ന് തന്നെ പറയേണ്ടി വരും. 5 മില്യനുള്ളൂ. ആസ്റ്റൺ വില്ല പോലുള്ള ടീമാണ്. നെയ്മേറയാണ് അവരുടെ കോച്ച്. അറ്റാക്കിംഗ് ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിഫൻസ് മിഡ്ഫീൽഡ് സ്പോട്ടിൽ ഒരു 5 മില്യൺ നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ട്, ഒരു പ്ലെയർ ആരെന്നൊരു ചിന്തയുണ്ടെങ്കിൽ റൈറ്റ് അവേ ഗോ ഫോർ ഈ പറഞ്ഞ പോലെ മോർഗൻ റോജേഴ്സ്. ആകെ ഒരു ഇഷ്യൂ ഉള്ളത് ഫസ്റ്റ് ഗെയിം അഗൈൻസ്റ്റ് വെസ്റ്റ് ഹാം എവേ ആണ്. പിന്നെ ഒരു ആഴ്സണൽ ഗെയിം വരുന്നുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള ഫിക്സേഴ്സ് ഡീസന്റ് ഫിക്സേഴ്സ് ആണ്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലം 2 ഗെയിമിലായിട്ട് ബെഞ്ചിലായിട്ട് എടുത്താൽ പോലും ഗെയിമിംഗ് തേർഡ് മുതൽ നമുക്ക് ഈസി ആയിട്ട് 90 മിനിറ്റ്സ് കളിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ് റോജേഴ്സ്. അതുകൊണ്ട് തന്നെ റോജേഴ്സിന്റെ ബൈയും ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാൻ ഫിക്സർ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ ലെയ്സ്റ്റർ, എവർട്ടൺ, വൂൾസ്, ഇപ്സ്വിച്ച് പുതിയ ടീമായിട്ടുള്ള ഇപ്സ്വിച്ച്, മാൻചെസ്റ്റർ യുണൈറ്റഡ്, ഫുൾഹാം, ബൗൺമൗത്ത്, അങ്ങനെ ഒരു പിടി നല്ല ഫിക്സേഴ്സ് വരുന്നു ആഫ്റ്റർ ഫസ്റ്റ് 2 ഗെയിംസ്. സോ അതുകൊണ്ട് തന്നെ മോർഗൻ റോജേഴ്സിനെ ടീമിനായിട്ട് എടുക്കുക. അതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ
എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തു വെച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുള്ള മിഡ്ഫീൽഡേഴ്സ് പറയുന്നത്. അതല്ലാതെ കുറേ പേരുകൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതൊന്നും പേരിന് എടുത്തു വെക്കാൻ നല്ലതാണ്. അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവും തോന്നുന്നില്ല. അങ്ങനെയുള്ള പേരുകൾ വാരി വലിച്ച് പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങളൊരു സോളിഡ് ഒരു ബൈയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഏതാണ്ട് 5-നും 6-നും ഇടയിലാണെങ്കിൽ ഈ 3 പ്ലെയറിൽ ആര് വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ അതാണ് ഈ ഒരു ചെറിയ എപ്പിസോഡിൽ നിങ്ങളോട് പറഞ്ഞു വെക്കാനുള്ളത്. വീണ്ടും ഞാൻ പറയുന്നു, ഫുട്ബോൾ ഫീവറിന്റെ FPL റണ്ണിംഗ് ആണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഫാൻറ്റസി ഗുരുവിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷനും നമ്മുടെ വാട്സാപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബന്ധപ്പെടുക. നമ്മളുമായിട്ട് ലീഗിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ ആളുകളിലേക്ക് അയച്ചു കൊടുക്കുക. പഴയ ആളുകൾക്ക് അയച്ചു കൊടുത്താലും എനിക്ക് വിരോധമൊന്നുമില്ല. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കും നെഗറ്റീവ് ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് ഉടനെ കാണാം. അടുത്ത് വരുന്ന എപ്പിസോഡ് മോസ്റ്റ്ലി ഡ്രാഫ്റ്റ് ആയിരിക്കും. 2 ഡ്രാഫ്റ്റുകളാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല, എന്നാൽ പോലും വിത്ത് സല ഹാലണ്ടുള്ള ഒരു പ്രീമിയം ഡ്രാഫ്റ്റും അതല്ലാതെ വിത്തൗട്ട് സല ഒരു ഡ്രാഫ്റ്റുമാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സമയം കിട്ടുന്നതനുസരിച്ച് ആ ഒരു വീഡിയോയുമായി ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്ക് നന്ദി. മറ്റൊരു എപ്പിസോഡുമായിട്ട് ഉടനെ കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.